You might have lost someone so dear. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. Or you might have lost the thing which you are working for so hard. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഠിനമായി അധ്വാനിച്ചത് ആ കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. Or you might be sinking in your body, losing all your health. ഈ പാതാളത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കാം. Lord, help me. കർത്താവേ, എന്നെ സഹായിക്കണമേ. Others cannot rise and handle such challenges. മറ്റുള്ളവർക്ക് എഴുന്നേൽക്കുവാനും അത്തരം വെല്ലുവിളികളെ നേരിടുവാനും കഴിയുകയില്ല. But thank God that He is our rock. എന്നാൽ ദൈവത്തിന് നന്ദി, ദൈവം നമ്മുടെ പാറയാകുന്നു. He is our strength. ദൈവം നമ്മുടെ ബലമാകുന്നു. And He's making us rise up. ദൈവം നമ്മെ എഴുന്നേൽക്കുവാൻ My friends, the Lord is here to richly reward us. എന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് സമൃദ്ധമായ പ്രതിഫലം നൽകുവാൻ ദൈവം ഇവിടെയുണ്ട്. And He looks deep into your heart this morning. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന് ആഴത്തിലേക്ക് He നോക്കുന്നു. knows where you are. നിങ്ങൾ എവിടെയാണെന്ന് ദൈവം അറിയുന്നു. He knows what you're going through. നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ദൈവം അറിയുന്നു. And there is going to be healing in that place. ആ അവസ്ഥയിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുവാൻ പോകുന്നു. Psalm 40 verse 2. സങ്കീർത്തനങ്ങൾ 40:2. He lifted me out of mud and mire. He set my feet on a rock and gave me a firm place to stand. അവിടെ വചനം പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. Out of the slimy pit and the mud and the mire. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും He lifted me out. ദൈവം എന്നെ കയറ്റി. And He put my feet on the rock. ദൈവം എന്റെ കാലുകളെ പാറമേൽ നിർത്തി And gave me a firm place to stand. കർത്താവ് എന്റെ ഗമനത്തെ സ്ഥിരമാക്കുകയും ചെയ്തു. This is what the Lord is going to do this morning. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് ഇതാണ്. The psalmist rejoices and says this. സങ്കീർത്തനക്കാരൻ സന്തോഷിച്ചുല്ലസിച്ചുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്. Thank you for lifting me up out of the pit, Lord. കർത്താവേ, നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ ഉയർത്തിയതിന് നന്ദി. Lifting me up out of the mud, Lord. I was so stuck and sinking in it. കർത്താവേ, ഞാൻ കുഴഞ്ഞ ചേറ്റിൽ അകപ്പെട്ട് മുങ്ങുകയായിരുന്നു. അവിടെ നിന്ന് എന്നെ കയറ്റിയതിന് നന്ദി. Thank you, Lord, for you put me on the rock. കർത്താവേ, അങ്ങെന്നെ പാറമേൽ നിർത്തിയതിന് നന്ദി. To have my head held high. ശിരസ് ഉയർത്തി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയതിന്. My little daughter always says. എന്റെ കൊച്ചുമകൾ എപ്പോഴും ഇപ്രകാരം പറയാറുണ്ട്. She has her own special word. അവൾക്ക് അവളുടേതായ പ്രത്യേക വാക്കുകളും. I don't know if it has a different meaning in Hindi, but she says, Mama, Dada, Chukka, Chukka. ഹിന്ദിയിൽ ഇതിന് വ്യത്യസ്തമായ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൾ ഇപ്രകാരം പറയാറുണ്ട്, മമ്മ, ഡാഡ, ചുക്ക, ചുക്ക. That means something is stuck in her, or something bad is upon her hand, or some mud or something is stuck. അതിന്റെ അർത്ഥം അവളുടെ മേൽ എന്തോ ചെളിയോ അഴുക്കോ പുരണ്ടിരിക്കുന്നു എന്നതാണ്. She wants it cleaned immediately. അവൾക്ക് എത്രയും വേഗം അത് വൃത്തിയാക്കണം. She doesn't like anything bad touching her hand or anything dirty touching her. വൃത്തികെട്ടതൊന്നും തന്റെ കൈകളിലോ ശരീരത്തിലോ പുരളരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നു. Immediately she'll come and say, Chukka, Mummy. ഉടനടി അവൾ വന്ന് പറയും, ചുക്ക മമ്മി. And we have to clean her up and wash it completely, otherwise she's not satisfied. പിന്നീട് അതെല്ലാം വൃത്തിയായി പൂർണ്ണമായി കഴുകി വെടിപ്പാക്കിയാൽ മാത്രമേ അവൾക്ക് തൃപ്തി ഉണ്ടാകൂ, ഇല്ലെങ്കിൽ ഉണ്ടാകില്ല. Come and show the Lord. നിങ്ങൾ വന്ന് നിങ്ങളുടെ അവസ്ഥ ദൈവത്തിന് കാണിച്ചു. Lord, look at where I'm stuck. കർത്താവേ, ഞാൻ എവിടെയാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് അങ്ങ് കാണേണമേ. Look at what I'm sinking in the mud. നോക്കൂ കർത്താവേ, ഞാൻ കുഴഞ്ഞ ചേറ്റിൽ മുങ്ങി താഴുകയാണ്. Please raise me up and cleanse me. ദയവായി എന്നെ കരം പിടിച്ചുയർത്തി കഴുകി വെടിപ്പാക്കണം. Daddy, cleanse me. കർത്താവേ, എന്നെ കഴുകി വെടിപ്പാക്കണം. I want to be clean. എനിക്ക് വിശുദ്ധനായി I want to be free. എനിക്ക് വിടുതൽ പ്രാപിക്കണം. I want to come out, Lord. എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു Put വരണം. me on the rock today. കർത്താവേ, പാറമേൽ എന്നെ നിർത്തേണമേ. And it will be so. അതങ്ങനെ തന്നെ സംഭവിക്കും. This is the promise of God. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. And we're going to see how He fulfills it according to Psalm 30. സങ്കീർത്തനം 30 പ്രകാരം ദൈവം എങ്ങനെയാണ് അത് പൂർത്തീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Shall we read verse 2 and 3? നമുക്ക് 2-3 വാക്യങ്ങൾ വായിച്ചു നോക്കാം. Lord my God, I call to you for help.
and you healed me. You, Lord, brought me up from the realm of the dead. You spared me from going down to the pit. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിനെ നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. Many of you might have gone through this realm of the dead. നിങ്ങളിൽ അനേകർ ഈ പാതാളത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കാം. Into the depths of this realm. ഈ പാതാളത്തിന്റെ കുഴിയിലേക്ക്, പാതാളത്തിന്റെ അഗാധതയിലേക്ക്. And it is a terrible place to be. അത് ഭയാനകമായ ഒരു സ്ഥലമാകുന്നു. Terrible to feel it. ആ അവസ്ഥ അനുഭവിച്ചറിയുന്നത് ഭയാനകമാകുന്നു. Feeling like your heart is sinking. നിങ്ങളുടെ ഹൃദയം മരണത്തിലേക്ക് ആണ്ടിറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. Outside smiling. എന്നാൽ ബാഹ്യമായി നിങ്ങൾ ചിരിക്കുന്നു. Trying to put up a brave face. പ്രസന്നമായ മുഖത്തോടെ എല്ലാവർക്കും മുൻപാകെ പ്രത്യക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. Trying to tell people there is no problem. നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്ന് ജനങ്ങളോട് പറയുവാൻ ശ്രമിക്കുന്നു. But inside sinking. എന്നാൽ നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ മരണക്കുഴിയുടെ അവസ്ഥയിലേക്ക് ആണ്ടിറങ്ങുകയാണ്. Being pulled into the realm of the dead. നിങ്ങൾ പാതാള കുഴിയിലേക്ക്, മരണക്കുഴിയിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. You might have lost someone so dear. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. Or you might have lost the thing which you are working for so hard. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഠിനമായി അധ്വാനിച്ചത് ആ കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. Or you might be sinking in your body, losing all your health. അല്ലെങ്കിൽ ശാരീരികമായ ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങൾ തളർന്നിരിക്കുകയാവാം. Lord, help me. കർത്താവേ, എന്നെ സഹായിക്കണമേ. Please save me out of the depths. ദയവായി ഈ ആഴങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. Please save me out of this pit, Lord. ദയവായി ഈ നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. Lord, they're even taking away my home. I'm losing my home. കർത്താവേ, അവരെന്റെ വീട് പോലും അപഹരിച്ചു. എനിക്ക് എന്റെ വീട് നഷ്ടപ്പെടുന്നു. Where will I go? ഞാൻ എങ്ങോട്ട് പോകും? How will I face my own family? എന്റെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ ഞാൻ എങ്ങനെ It is a അഭിമുഖീകരിക്കും? terrible place to be. ഞാൻ ഭയാനകമായ ഒരു സ്ഥലത്താണ്, അവസ്ഥയിലാണ്. There is no hope in this ഈ place. സ്ഥലത്ത് എനിക്ക് ഒരു പ്രത്യാശയുമില്ല. Only suffering. ഇവിടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. Only despair without hope. യാതൊരു പ്രത്യാശയുമില്ലാതെ നിരാശപ്പെടുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. Nothing to cling on to be rescued. രക്ഷപ്പെടുന്നതിനു വേണ്ടി ആശ്രയിക്കുവാൻ, പറ്റിച്ചേരുവാൻ യാതൊന്നുമില്ല. Darkness all around. ചുറ്റിലും അന്ധകാരമാണ്. This is the realm of the dead. സത്യത്തിൽ ഇതാണ് മൃതലോകം. My grandfather, Dr. D.G.S. Thinakaran, had a vision one time shown by the Lord. ഒരിക്കൽ എൻ്റെ വലിയപ്പച്ചനെ, ഡോക്ടർ DGS ദിനകരനെ ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്തു. A heavenly experience. അതൊരു സ്വർഗീയമായ അനുഭവമായിരുന്നു. As he was taken into the depths of hell. ദൈവം അദ്ദേഹത്തെ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ, And when he went there, he felt so much darkness surrounding him. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ തനിക്ക് ചുറ്റും വളരെയധികം അന്ധകാരമുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. He felt the power of darkness. അന്ധകാരത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. And how it swallows people whole. അതെങ്ങനെയാണ് ജനങ്ങളെ പൂർണ്ണമായി വിഴുങ്ങുന്നതെന്ന് അദ്ദേഹത്തിന് അനുഭവിച്ചറിയാനായി. He saw a big, huge sea of fire. അദ്ദേഹം അവിടെ വലിയൊരു അഗ്നിയുടെ സമുദ്രം കണ്ടു. A lake of fire. വലിയൊരു തീപ്പൊയ്ക. And there were screams coming out of that ആ lake. തീപ്പൊയ്കയിൽ നിന്ന് ജനങ്ങളുടെ അലറി കരച്ചിൽ പുറത്തേക്ക് കേൾക്കാമായിരുന്നു. There were people being burnt in that lake. ജനങ്ങൾ അവിടെ ആ അഗ്നിയിൽ കത്തിയെരിയുകയായിരുന്നു. Not being able to bear the burning of the fire. തീയിന്റെ അതികഠിനമായ ചൂട് സഹിക്കാനാവാതെ, Feeling the heat that is making them tear apart. ശരീരത്തെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ചൂടാണ് അവർക്ക് അനുഭവപ്പെട്ടിരുന്നത്. Besides them, there was a mountain. അവർക്കരികിൽ ഒരു പർവ്വതം ഉണ്ടായിരുന്നു. And they would climb up and try to run away from this lake and climb up the mountain. ഈ തീപ്പൊയ്കയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അവർ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ചു. As they would reach the top, അവർ ആ പർവ്വതത്തിന്റെ മുകളിൽ എത്തിച്ചേരുമ്പോൾ, and their hope would rise, thinking, I'm going to be free. എനിക്ക് വിടുതൽ ലഭിക്കുവാൻ പോകുന്നു എന്ന പ്രത്യാശ അവരിൽ ജനിക്കും. Suddenly a hand of fire would rise up from this lake. പെട്ടെന്ന് ഈ അഗ്നിപ്പൊയ്കയിൽ നിന്ന് അഗ്നിയുടെ ഒരു കരം ഉയർന്നു വരും.
it would take them and toss them back into the fire. ആ കരം അവരെ പിടിച്ച് വീണ്ടും അഗ്നിപ്പൊയ്കയിലേക്ക് And they വലിച്ചെറിയും. would scream for their life. അവർ അഗ്നിയിൽ വെന്തെരിഞ്ഞ് ജീവനു വേണ്ടി നിലവിളിക്കും. I thought I was going to be എനിക്ക് free. വിടുതൽ ലഭിക്കുവാൻ പോകുകയാണെന്ന് ഞാൻ ചിന്തിച്ചു. I can't bear this anymore. ഇത് എനിക്കിനി സഹിക്കാനാവില്ല. Somebody save me. ആരെങ്കിലും എന്നെ രക്ഷിക്കണമേ. Somebody save me. ആരെങ്കിലും എന്നെ രക്ഷിക്കണമേ. The depths of hell നരകത്തിന്റെ ആഴങ്ങളിൽ നടക്കുന്നത് ഇതാണ്. and the depths of darkness. അന്ധകാരത്തിന്റെ ആഴങ്ങളിൽ We get stuck in such depths, my friends, and it's terrible to bear. സ്നേഹിതന്മാരെ, നമ്മൾ അതുപോലെയുള്ള ആഴങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. അത് ഭയാനകമായ There അനുഭവമാണ്. is no hope. അത്തരം അവസ്ഥയിൽ നമുക്ക് യാതൊരു പ്രത്യാശയും ഉണ്ടാകുകയില്ല. There was a man called Job who was brought to such a realm of the യോബ് എന്ന dead. ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ഇതുപോലെയുള്ള മൃതലോകത്തിൽ അകപ്പെട്ടു. When the devil decided to take away every good thing from Job, യോബിൽ നിന്ന് സകല നന്മകളും എടുത്തു മാറ്റുവാൻ പിശാച് തീരുമാനിച്ചപ്പോൾ his children, അവന്റെ മക്കളെയും his belongings, അവന്റെ വസ്തുവകകളെയും his houses, അവന്റെ വീടുകളെയും everything he owned, അവന് സ്വന്തമായിരുന്ന സകലതിനെയും even the health of his അവന്റെ body, ശാരീരികമായ ആരോഗ്യത്തെ പോലും and he was sitting there with nothing. അവൻ ഒന്നുമില്ലാതെ ആ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. In one day, everything taken away. ഒരു ദിവസം സകലതും അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. And Job was feeling the darkness of this realm. യോബ് ഈ മരണമണ്ഡലത്തിന്റെ അന്ധകാരം അനുഭവിച്ചറിയുകയായിരുന്നു. His wife cursed him not being able to bear ഇതൊന്നും this, സഹിക്കാനാവാതെ അവന്റെ ഭാര്യ അവനെ ശപിച്ചു. saying, "Curse your God. നിന്റെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞുകൊണ്ട് Look at how your life has turned out." നിന്റെ ജീവിതം എങ്ങനെയായി തീർന്നിരിക്കുന്നുവെന്ന് നോക്കൂ. She couldn't bear it. അവൾക്കത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. He experienced the depths of this darkness. അതെ, ഈ അന്ധകാരത്തിന്റെ ആഴങ്ങളെ അനുഭവിച്ചറിയുവാൻ യോബിന് കഴിഞ്ഞു. Jesus himself went through this. യേശുക്രിസ്തു തന്നെ ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. He would have felt this darkness as he was facing the path of the cross in the Garden of ഗെത്സമനെ Gethsemane. തോട്ടത്തിൽ ക്രൂശിന്റെ വഴികളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ യേശു ഈ അന്ധകാരം He went അനുഭവിച്ചറിഞ്ഞിരുന്നു. through that agony that we would suffer, my friends. സ്നേഹിതന്മാരെ, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കഠിനവ്യതയിലൂടെ അന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കടന്നുപോയി. Even as he went to give his body to be pierced and torn apart on the ക്രൂശിൽ തന്റെ cross, ശരീരം കുത്തി മുറിവേൽപ്പിക്കപ്പെടുന്നതിന് വേണ്ടി സമർപ്പിക്കുവാൻ യേശു തയ്യാറായപ്പോൾ the Bible says there was darkness around him. വേദപുസ്തകം പറയുന്നു, യേശുവിന്റെ ചുറ്റിലും അന്ധകാരം നിറഞ്ഞു. No light, യേശുവിന് ചുറ്റിലും വെളിച്ചമുണ്ടായിരുന്നു. no hope, no പ്രത്യാശയുണ്ടായിരുന്നില്ല. good word. ഒരു നല്ല വാക്ക് കേൾക്കുവാൻ പോലും യേശുവിന് കഴിഞ്ഞില്ല. There was only doom and gloom. അന്ധകാരം മാത്രമായിരുന്നു യേശുവിന്റെ ചുറ്റിലും നിറഞ്ഞു നിന്നിരുന്നു. Not only the realm of the dead, but he went through death itself. മരണത്തിന്റെ മണ്ഡലത്തിലൂടെ മാത്രമല്ല, യേശു മരണത്തിലൂടെ തന്നെ കടന്നുപോയി. That we may be saved. നമ്മൾ രക്ഷ പ്രാപിക്കുന്നതിന്. And in the grave, യേശു ആ കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. it didn't end there. എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. He says in Revelations 1:18, വെളിപ്പാട് 1:18 വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, I was dead, ഞാൻ മരിച്ചവനായിരുന്നു, but I am alive forever. എന്നാൽ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. And the gates of hell and the gates of death are the key is with me. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. I hold the key to death and I hold the keys to hell. മരണത്തിന്റെയും ജീവന്റെയും താക്കോൽ എന്റെ കൈകളിലാണ്. You need not be defeated by death. നിങ്ങൾ മരണത്താൽ പരാജയപ്പെടേണ്ട ആവശ്യമില്ല. You need not suffer in the midst of this darkness. ഈ അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല. You need not feel despair. നിങ്ങൾ നിരാശ അനുഭവിക്കേണ്ടതില്ല. I have defeated and finished its dark works. കാരണം ഈ അന്ധകാര പ്രവൃത്തികളെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. As you, my child, hold on to me, എന്റെ കുഞ്ഞെ, നീ എന്നെ മുറുകെ പിടിക്കുമ്പോൾ you will feel only my നീ peace, എന്റെ സമാധാനം മാത്രമേ അനുഭവിച്ചറിയൂ. which I won as I went through this death. ഞാൻ ഈ മരണത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ നേടിയ എന്റെ സമാധാനം. That's the great gift today that we receive, my friend.
ഇന്ന് നമുക്ക് ലഭിക്കുന്ന മഹത്തായ ദാനം അതാകുന്നു. As we thank him for what he went through and cling on to Jesus. യേശു അനുഭവിച്ച പീഡനങ്ങളെ ഓർത്ത് നമ്മൾ യേശുവിന് സ്തോത്രം കരേറ്റി യേശുവിനോട് പറ്റിച്ചേരുമ്പോൾ The peace that Jesus won for us യേശുക്രിസ്തു നമുക്ക് വേണ്ടി നേടിയ സമാധാനം is coming upon us. അത് നമ്മുടെ മേൽ വരികയാണ്. That peace was acquired by Job ആ സമാധാനം ഇയ്യോബിനെ നേടാനായി as the Lord strengthened him and filled him. ദൈവം അവനെ ശക്തീകരിച്ചപ്പോൾ, നിറച്ചപ്പോൾ He was still able to say that I will only praise God. അപ്പോഴും ഞാൻ ദൈവത്തെ മാത്രം സ്തുതിക്കും, ദൈവത്തിന് മാത്രം സ്തോത്രം കരേറ്റും എന്ന് പറയുവാൻ It is a അവന് കഴിഞ്ഞു. supernatural strength from God, my friends. സ്നേഹിതന്മാരെ, ഇത് ദൈവത്തിൽ നിന്നുള്ള പ്രകൃത്യാതീതമായ ഒരു So ശക്തിയാണ്. today, even in your sinking, ആകയാൽ ഇന്ന് നിങ്ങൾ മരണത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു there's പോകുമ്പോൾ going to be a supernatural faith and a strength rising up out of the peace God gives. ദൈവം നൽകുന്ന സമാധാനത്തിൽ നിന്ന് പ്രകൃത്യാതീതമായ ഒരു വിശ്വാസവും ശക്തിയും നിങ്ങളിൽ For you not to ഉടനെ curse God, നിങ്ങൾ ദൈവത്തെ ശപിക്കാതിരിക്കുന്നതിന്, but instead praise Him for His great. അതിനു പകരം ദൈവത്തിന്റെ മഹത്വത്തെയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനെ, Praise Him for what He won on the cross. ദൈവം ക്രൂശിൽ നേടിയ വിജയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന്, Praise Him for He is alive and alive in us. ദൈവം നമ്മിൽ എന്നേക്കും ജീവിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നതിനെ, The living Savior is coming into us ജീവിക്കുന്ന രക്ഷകൻ നമ്മിലേക്ക് വരുന്നു, and healing our heart, നമ്മുടെ ഹൃദയത്തിന് സൗഖ്യം പകരുന്നു, raising us from the pit, നാശകരമായ കുഴിയിൽ നിന്ന് നമ്മെ കയറ്റുന്നു, raising us from the realm of the dead. മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് നമ്മെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. And He says, because I live, ദൈവം പറയുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് you, my child, will live also. എന്റെ കുഞ്ഞെ, നിങ്ങളും ജീവിക്കും. Rise up, എഴുന്നേൽക്കും, rise up, എഴുന്നേൽക്കും, and be filled by my joy. എന്റെ സന്തോഷത്താൽ നിറയപ്പെടും. He raised up Job, ദൈവം ഇയ്യോബിനെ and എഴുന്നേൽപ്പിച്ചു. He blessed him twice. ഇയ്യോബിനെ ഇരട്ടിയായി അനുഗ്രഹിച്ചു. God blessed and returned everything to Job in double measure. ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി അവന് തിരികെ നൽകി. Whatever you've lost, my friend, എന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും you will receive in double measure, നിങ്ങൾക്കതെല്ലാം ഇരട്ടിയായി തിരികെ ലഭിക്കും. because you have chosen to cling on to Jesus. കാരണം നിങ്ങൾ യേശുവിനോട് പറ്റിച്ചേർന്നുള്ള ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു. You've chosen to honor Him നിങ്ങൾ യേശുവിനെ മാനിക്കുന്ന ജീവിതം in തിരഞ്ഞെടുത്തിരിക്കുന്നു. the midst of the realm of the നിങ്ങൾ dead. മരണത്തിന്റെ മണ്ഡലത്തിൽ അകപ്പെട്ടതിന്റെ നടുവിൽ, That is power. അതാകുന്നു ശക്തി. That is your power that God has given you. ദൈവം നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ശക്തി Thank അതാണ്. Him for this grace. ഈ കൃപയ്ക്കായി ദൈവത്തിന് Thank Him സ്തോത്രം for this കരേറ്റുവിൻ. strength. ഈ ശക്തിക്കായി Thank ദൈവത്തിന് Him for this സ്തോത്രം കരേറ്റുവിൻ. ഈ വിശ്വാസത്തിനായി ദൈവത്തിന് Others സ്തോത്രം cannot കരേറ്റുവിൻ. rise and handle such challenges. മറ്റുള്ളവർക്ക് എഴുന്നേൽക്കുവാനും അത്തരം വെല്ലുവിളികളെ നേരിടുവാനും They break കഴിയുകയില്ല. and fall. That is man. അവർ സാധാരണ മനുഷ്യരെ പോലെ തകർന്ന് വീണു But പോകുന്നു. thank God that He is our rock. എന്നാൽ ദൈവത്തിന് നന്ദി, ദൈവം നമ്മുടെ പാറയാകുന്നു. He is our strength. ദൈവം നമ്മുടെ And He's ബലമാകുന്നു. making us rise up. ദൈവം നമ്മെ എഴുന്നേൽക്കുവാൻ Because you've പ്രാപ്തരാക്കുന്നു. gone through this realm, my friend. കാരണം ഈ മണ്ഡലത്തിലൂടെ, ഈ അവസ്ഥയിലൂടെ കർത്താവ് And കടന്നു you know what it is. ഇതെല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് And you അനുഭവിച്ചു. also know the saving power of the Lord. കൂടാതെ നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ ശക്തിയും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. You will never fear this realm again. നിങ്ങൾ ഒരിക്കലും ഈ മരണത്തിന്റെ മണ്ഡലത്തെ ഇനി ഭയപ്പെടുകയില്ല. You will never fear death again. നിങ്ങൾ ഒരിക്കലും ഇനി മരണത്തെ You ഭയപ്പെടില്ല. have faced it and conquered over the power of death thanks to the power of the Lord. നിങ്ങൾ മരണത്തെ നേരിട്ടിരിക്കുന്നു, മരണത്തിന്റെ ശക്തിയെ കീഴടക്കിയിരിക്കുന്നു. ഈ ശക്തി നൽകിയ That ദൈവത്തിന് is സ്തുതി. the power to those who have risen up from this realm of the dead. ഈ മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് എഴുന്നേറ്റവർക്ക് ദൈവം നൽകുന്ന ശക്തി അതാകുന്നു. And not only that, അത് മാത്രമല്ല, your heart won't stand still. നിങ്ങളുടെ ഹൃദയം ഉറച്ചു നിൽക്കുവാൻ It ആഗ്രഹിക്കുന്നു. will go out to those who are sinking. അത് മരണത്തിലേക്ക് താഴുന്നവരുടെ അരികിലേക്ക് ചെല്ലും. It will make you cry for them. അവർക്ക് വേണ്ടി നിലവിളിക്കുവാൻ അത് നിങ്ങളെ പ്രാപ്തരാക്കും. Because you know exactly what they're going through.
കാരണം അവർ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് കൃത്യമായി You നിങ്ങൾക്കറിയാം. will cry with compassion and lift them up also from the depths. നിങ്ങൾ മനസ്സലിവോടെ അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കും. മരണത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവരെയും The എഴുന്നേൽപ്പിക്കും. Lord will make you with such strength, കർത്താവ് അതുപോലെയുള്ള ശക്തി നൽകി നിങ്ങളെ സജ്ജരാക്കും. making people rise up along with you. നിങ്ങളോടൊപ്പം എഴുന്നേൽക്കുവാൻ ജനങ്ങളെ പ്രാപ്തരാക്കും. You will carry that joy to everyone. നിങ്ങൾ ആ സന്തോഷം എല്ലാവർക്കും പകർന്നു നൽകും. The joy of the Lord's salvation. കർത്താവിന്റെ രക്ഷയുടെ സന്തോഷം എല്ലാവർക്കും പകർന്നു നൽകും. It's wonderful, my friend. സ്നേഹിതന്മാരെ, അത് അത്ഭുതകരമായ ഒന്നാണ്. This is a great strength that the Lord is giving us today. അതിമഹത്തായ ഈ ശക്തിയാണ് ഇന്ന് ദൈവം നമുക്ക് നൽകുന്നത്. An oil of joy is coming upon us. ആനന്ദ തൈലം നമ്മുടെ മേൽ പകരപ്പെടുവാൻ പോകുകയാണ്. All the mourning stops right now. സകല വിലാപങ്ങളും ഇപ്പോൾ നിന്നു പോകുന്നു. All our ashes is gone. നമ്മുടെ ചാരമെല്ലാം നമ്മെ He വിട്ടു പോകുന്നു. crowns us with splendor, my friend. ദൈവം നമ്മെ തേജസ്സിനാൽ കിരീടം അണിയിക്കുവാൻ Will പോകുന്നു. you submit your heart to Him for this? സ്നേഹിതന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക. Jesus, I want you. യേശുവേ, എനിക്ക് അങ്ങയെ വേണം. I thirst for you. യേശുവേ, ഞാൻ അങ്ങേക്കായി I ദാഹിക്കുന്നു. run towards you, ഞാൻ അങ്ങയുടെ അരികിലേക്ക് ഓടി വരുന്നു. chasing after you like Elisha. ഞാൻ ഏലീശയെ പോലെ അങ്ങയെ I പിന്തുടരുന്നു. want you, Lord. എനിക്ക് അങ്ങയെ വേണം. I want you, Lord. കർത്താവേ, എനിക്ക് അങ്ങയെ Tell Him വേണം. right now, my friend. ഇപ്പോൾ കർത്താവിനോട് പറയൂ. Show Him how much you want Jesus. നിങ്ങൾക്ക് എത്രമാത്രം യേശുവിനെ ആവശ്യമുണ്ടെന്ന് കർത്താവിനെ How കാണിച്ചു much you കൊടുക്കുക. want His presence. നിങ്ങൾക്ക് എത്രമാത്രം യേശുവിന്റെ സാന്നിധ്യം How much you ആവശ്യമാണ്. want to be filled with His anointing. നിങ്ങൾ എത്രമാത്രം അഭിഷേകത്താൽ നിറയപ്പെടുവാൻ Yes, ആഗ്രഹിക്കുന്നു. chase after Him. അതെ, യേശുവിന്റെ പിന്നാലെ പോകുക. Cry unto Him. യേശുവിനോട് നിലവിളിക്കുക. Submit your heart right now as He's knocking on the ഇപ്പോൾ door. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ ഹൃദയം യേശുവിന് He സമർപ്പിക്കുക. wants to enter and sit in this യേശു heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Jesus wants to come in. യേശു അകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. Open it and cry for Him. ഹൃദയം തുറന്ന് യേശുവിനായി നിലവിളിക്കുക. Fill me, Lord. കർത്താവേ, എന്നെ Fill നിറയ്ക്കണമേ. me, Lord, കർത്താവേ, എന്നെ with this നിറയ്ക്കണമേ. anointing, അഭിഷേകത്താൽ എന്നെ with your നിറയ്ക്കണമേ. oil of joy, അങ്ങയുടെ ആനന്ദ തൈലത്താൽ എന്നെ oil നിറയ്ക്കണമേ. of gladness. ആനന്ദ തൈലത്താൽ Love me, Lord. കർത്താവേ, എന്നെ Love സ്നേഹിക്കണമേ. me who has been hurt and beaten in this world. ഈ ലോകത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ച, അടികൾ വാങ്ങിയ എന്നെ അങ്ങ് Love me who സ്നേഹിക്കണമേ. has lost everything. സകലതും നഷ്ടപ്പെട്ട എന്നെ അങ്ങ് I സ്നേഹിക്കണമേ. have nothing, Lord, എന്റെ പക്കൽ but all I ഒന്നുമില്ല. need is you. കർത്താവേ, എനിക്ക് അങ്ങയെ All മാത്രം I മതി. need is you. എനിക്ക് അങ്ങയെ മാത്രം All മതി. I need is you. എനിക്ക് അങ്ങയെ മാത്രം മതി. Make that proclamation, my friend. ഇപ്പോൾ നിങ്ങൾ അപ്രകാരം പ്രസ്താവിക്കുവിൻ. Make that proclamation from the depths of your heart. ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് നിങ്ങൾ അതുപോലെ പ്രസ്താവിക്കുവിൻ. All I need is you, Father. എനിക്ക് അങ്ങയെ മാത്രം മതി. കർത്താവേ, Open your heart and commit yourself and stand wherever you are right now looking to Jesus. ഹൃദയം തുറന്ന് നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവിൻ. എവിടെയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുവിൻ. The hand of the Lord is upon you. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേലുണ്ട്. You are favored by the Lord. നിങ്ങൾ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവരാണ്. Favored by the Lord. ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവരാണ്. Favored by the Lord. ദൈവ പ്രസാദം ലഭിച്ചവരാണ്. Come, Lord, കർത്താവേ, വരൂ. and fill these hearts which seek after you. അങ്ങയെ അന്വേഷിക്കുന്ന ഈ ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. Come into our hearts, Lord. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി We വരണമേ. long for you. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്വന്തമാക്കുവാൻ അതിയായി ആശിക്കുന്നു. Great peace, വലിയ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. great joy. വലിയ സന്തോഷവും. You have destroyed every evil on the cross. അങ്ങ് ക്രൂശിൽ സകല തിന്മകളെയും നശിപ്പിച്ച് കളഞ്ഞുവല്ലോ. You have destroyed every sin. അങ്ങ് സകല പാപങ്ങളെയും You have നശിപ്പിച്ചുവല്ലോ. destroyed the powers of darkness. അങ്ങ് അന്ധകാരത്തിന്റെ ശക്തികളെ നശിപ്പിച്ചു കളഞ്ഞു. Now fill your children with your light. ഇപ്പോൾ അങ്ങയുടെ വെളിച്ചത്താൽ അങ്ങയുടെ മക്കളെ അങ്ങ് നിറയ്ക്കണമേ. Release them from their burdens. ഭാരങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകണമേ. Release them from all the oppression. സകല പീഡനങ്ങളിൽ നിന്നും അങ്ങ് അവരെ വിടുവിക്കണമേ. Make our hearts free, right? ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് സ്വതന്ത്രമാക്കണമേ. Make our hearts light with your peace. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സമാധാനത്താൽ A പ്രകാശിപ്പിക്കണമേ. tremendous peace is coming into you.
അത്യധികമായ സമാധാനം നിങ്ങളിലേക്ക് As വരുന്നു. you've submitted all your worries and cares into the hands of Jesus, നിങ്ങൾ നിങ്ങളുടെ സകല വിഷമങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിനാൽ He has taken over, my friend. കർത്താവ് അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. Joy is coming. സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു. Joy is coming. സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു. Rejoice and be free. നിങ്ങൾ സന്തോഷിക്കുവിൻ, വിടുതൽ പ്രാപിക്കുവിൻ. Rejoice under the gladness of God. കർത്താവിന്റെ സന്തോഷത്താൽ നിങ്ങൾ ആനന്ദിക്കുവിൻ. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Thank Him for He's filling you. കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നതിനാൽ കർത്താവിന് സ്തോത്രം കരേറ്റുവിൻ. Praise Him for He's chosen you. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ കർത്താവിനെ സ്തുതിക്കുവിൻ. Honor Him for He has favored you. കർത്താവ് നിങ്ങളിൽ പ്രസാദിച്ചതിനാൽ കർത്താവിനെ മാനിക്കുവിൻ. You His favorite children. നിങ്ങൾ കർത്താവിന്റെ പ്രസാദം ലഭിച്ച മക്കളാണ്. Honor Him and thank Him, my friend. നിങ്ങൾ കർത്താവിനെ മാനിക്കുവിൻ, കർത്താവിനോട് നന്ദി പറയുവിൻ. For His presence is coming in. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നു. Joy. സന്തോഷം. He's setting you free. കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. Setting you free from all the shackles. കർത്താവ് സകല ചങ്ങലകളിൽ നിന്നും നിങ്ങളെ To go മോചിപ്പിക്കുന്നു. and ride. പുറപ്പെട്ടു പോയി പ്രകാശിക്കുന്നതിന് No more obstacle. ഇനി നിങ്ങൾക്ക് മുൻപിൽ തടസ്സങ്ങളില്ല. No more block. ഇനി നിങ്ങൾക്ക് മുൻപിൽ യാതൊരു പ്രതിബന്ധങ്ങളുമില്ല. Arise and shine. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. Arise and shine. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. Blessings are coming upon your studies. അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പഠനത്തിന്മേൽ വരുന്നു. Increase 100 times in your career. നിങ്ങൾ കരിയറിൽ 100 മടങ്ങ് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവിൻ. A great name is coming to those who have seen great shame. വലിയ ലജ്ജ നേരിട്ടവർക്ക് വലിയ പേര് ലഭിക്കുന്നു. All that the devil has stolen, God is restoring in a double measure. പിശാച് നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ച സകലതും ദൈവം ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ The God നൽകുന്നു. of justice is here. ന്യായത്തിന്റെ ദൈവം ഇവിടെയുണ്ട്. Honor your children in a mighty way, Lord. കർത്താവേ, അതിശക്തമായ രീതിയിൽ അങ്ങയുടെ മക്കളെ അങ്ങ് മാനിക്കണമേ. Release your blessing upon them. അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ പകരണമേ. Let them increase tremendously, O God. അവർ അത്യധികമായി അനുഗ്രഹ വർധനവ് പ്രാപിക്കട്ടെ. Tremendously. അത്യധികമായി അനുഗ്രഹ To വർധനവ് the പ്രാപിക്കട്ടെ. highest level. അവർ അത്യുന്നതങ്ങളിലേക്ക് ഉയരട്ടെ. Honor them where they have seen അവർ shame, ലജ്ജ Lord. നേരിട്ട സ്ഥാനത്ത് അവരെ മാനിക്കണമേ. Let every eye fear that Jesus is with them. യേശു അവരോടൊപ്പം ഉണ്ടെന്ന് കാണുമ്പോൾ എല്ലാ കണ്ണുകളും ഭയപ്പെടട്ടെ. Those who have hurt them, let them be afraid and fall before you. അവരെ വേദനിപ്പിച്ചവർ ഭയപ്പെടട്ടെ. അവർ അങ്ങേക്ക് മുൻപിൽ സാഷ്ടാംഗം വീഴട്ടെ. Raise up your children and place them on this royal mountain. അങ്ങയുടെ മക്കളെ എഴുന്നേൽപ്പിക്കണമേ. ഈ രാജകീയ പർവ്വതത്തിൽ Let them നിൽക്കുമാറാക്കണമേ. stand firm. അവർ ഉറച്ചു നിൽക്കട്ടെ. Healing is coming upon your body. രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിന്മേൽ The വരുന്നു. Lord cares for you and touches you right now. ദൈവം നിങ്ങൾക്കായി കരുതുന്നു, ഇപ്പോൾ നിങ്ങളെ തൊടുന്നു. As He went about healing and delivering and doing good among the people. ദൈവം ജനങ്ങൾക്കിടയിൽ നന്മ ചെയ്തുകൊണ്ട് ജനങ്ങളെ സൗഖ്യമാക്കി Touch them, സഞ്ചരിച്ചതുപോലെ Lord. കർത്താവേ, അവരെ തൊടേണമേ. Touch them, Lord. കർത്താവേ, അവരെ തൊടേണമേ. Set them free. അവരെ വിടുവിക്കണമേ. Heal them. അവർക്ക് സൗഖ്യം നൽകണമേ. Release them, Lord. കർത്താവേ, അവരെ വിടുവിക്കണമേ. Cleanse them with the blood of Jesus. യേശുവിന്റെ രക്തത്താൽ അവരെ കഴുകി വെടിപ്പാക്കണമേ. Let your saving power fill them. അങ്ങയുടെ രക്ഷാകരമായ ശക്തിയാൽ അവരെ അങ്ങ് And നിറയ്ക്കണമേ. let the devil scream and leave them, അത് Lord. കാണുമ്പോൾ പിശാചുക്കൾ അവരെ വിട്ട് അലറി വിളിച്ചോടട്ടെ. Not being able to bear the light of Christ. ക്രിസ്തുവിന്റെ വെളിച്ചത്തിന്റെ ശക്തി സഹിക്കുവാൻ സാധിക്കാതെ Arise and shine, my friend. സ്നേഹിതന്മാരെ, നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. In the blessing of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ In the blessing of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ He's raising your name much higher. കർത്താവ് നിങ്ങളുടെ പേരിനെ അത്യധികമായി ഉയർത്തുന്നു. Honor the young people here, Lord. കർത്താവേ, ഇവിടെയുള്ള യുവജനങ്ങളെ അങ്ങ് മാനിക്കണം. Fill them with your spirit. അങ്ങയുടെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. Fill them with your heavenly languages of joy. അങ്ങയുടെ സ്വർഗീയ ഭാഷയാൽ സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. Hold their hand and lead them, Holy Spirit. അവരെ കരം പിടിച്ച് പരിശുദ്ധാത്മാവെ അവരെ വഴി നടത്തണമേ. Raise them to have a great stature. വലിയൊരു അന്തസ് ഉണ്ടാകത്തക്കവണ്ണം അവരെ അങ്ങ് ഉയർത്തണമേ. A daring heart. ധൈര്യമുള്ള ഒരു ഹൃദയത്തോടു കൂടി Full of zeal and passion to do mighty things for Jesus. ക്രിസ്തുവിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന തീവ്രമായ Make ആഗ്രഹത്തോടു them കൂടി more than conqueror. കർത്താവെ, അവരെ പൂർണ്ണജയം പ്രാപിച്ചവരെക്കാൾ Make them ശ്രേഷ്ഠരാക്കണമേ. more than conqueror. പൂർണ്ണജയം പ്രാപിച്ചവരാക്കി Thank മാറ്റണമേ. you, Lord.
കർത്താവേ Make നന്ദി. them problem solvers, tackling every problem. കർത്താവേ അവരെ അങ്ങ് സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നവരാക്കി മാറ്റണമേ. Such wisdom will come through. അതുപോലെയുള്ള ജ്ഞാനം അവരിൽ നിന്ന് പുറപ്പെട്ടു വരണം. Kings will be amazed. അവരെ കാണുമ്പോൾ രാജാക്കന്മാർ You will be വിസ്മയിക്കട്ടെ. the desire of the king, നിങ്ങളെ രാജാക്കന്മാർ പോലും ആഗ്രഹിക്കും. favored by God and man. നിങ്ങൾ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രസാദം ലഭിച്ചവരായി Thank തീരും. God for this blessing, my young friend. ഈ അനുഗ്രഹത്തിനായി യുവജനങ്ങളെ ദൈവത്തോട് നന്ദി പറയുക. Rejoice as he blesses you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ സന്തോഷിക്കുക. Hallelujah. ഹല്ലേലൂയ. We rejoice in your presence കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ as സന്തോഷിക്കുന്നു. we've been lifted up out of the pit നാശകരമായ കുഴിയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ വലിച്ചു and കയറ്റിയതിനാൽ, placed on high upon the rock. ഞങ്ങളെ പാറമേൽ In നിർത്തിയതിനാൽ, Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. God bless you, my friend.